ഒരടി അങ്ങോട്ട്, ഒന്ന് തിരിച്ച്, അങ്ങനെ സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ അടി. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, രണ്ട് രാജ്യങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ സംഘർഷം. ഏറെക്കാലമായി, കൃത്യമായി പറഞ്ഞാൽ 1979 ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം, അന്നേരമാണല്ലോ ഷാ പഹൽവി രണ്ടാമനെ പുറത്താക്കിക്കൊണ്ട് അയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നത്. അന്ന് മുതൽ ഇറാൻ ശരിയായ അമേരിക്ക വിരുദ്ധ നയമാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇസ്രയേൽ എക്കാലത്തും, ഇസ്രയേലിന്റെ രൂപീകരണം നടന്ന 1948 മുതൽ നാളിതുവരെ അമേരിക്കയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, നെയ്റ്റോയോട് സഹകരിക്കുന്ന, യൂറോപ്യൻ സമൂഹത്തോട് സഹകരിക്കുന്ന ഒരു പാശ്ചാത്യ ചായ്വുള്ള രാജ്യമാണ്. പാശ്ചാത്യ വിരുദ്ധതയും അമേരിക്ക വിരുദ്ധതയും മുഖമുദ്രയാക്കിയ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ എതിർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഒന്ന്, മുസ്ലിങ്ങളുടെ, ആകമാന ലോക മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരു ഇടം നേടണമെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് പലർക്കും കഴിയാതെ പോയത് ഇറാന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല സമയങ്ങളിൽ അറബ് ദേശീയതയുടെ വക്താക്കളായി സദ്ദാം ഹുസൈൻ, ഇറാഖിൽ സദ്ദാം ഹുസൈൻ കടന്നു വന്നു, ലിബിയയിലെ കേണൽ ഗത്താഫി കടന്നു വന്നു, ഈജിപ്തിലെ ഹോസ്നി മുബാരക്ക് കടന്നു വന്നു. അങ്ങനെ ടർക്കിഷ് നേതാക്കൾ, ഇങ്ങനെ പലരും മുസ്ലിം ലോകത്തെ, ഇസ്ലാമിക ലോകത്തെ നേതാക്കന്മാരായി കടന്നു വന്ന് ഏറെ പ്രതീക്ഷകൾ ഉയർത്തിയെങ്കിലും ഇവരെല്ലാം അകാലത്തിൽ പൊലിയുന്നതാണ് കണ്ടത്. പക്ഷേ ഇറാൻ കൺസിസ്റ്റന്റ്ലി ആന്റി അമേരിക്കനിസം, ആന്റി ജുഡൈസം അല്ലെങ്കിൽ ആന്റി സയണിസ്റ്റ് ഒരു സ്റ്റാൻഡിലാണ് നിന്നത്. അതുകൊണ്ടാണ് അറബി ലോകത്തിന് തങ്ങളുടെ സഹോദരന്മാർ ഗസയിൽ പീഡനം അനുഭവിക്കുന്നത് തടയാനാവാതെ വരുമ്പോൾ, നിർനിമേഷരായി നോക്കി നിൽക്കേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഇടപെടൽ നടത്താൻ കഴിഞ്ഞത് ഇറാന് മാത്രമാണെന്ന് ഓർക്കണം. അത് നേരിട്ടല്ല, ആദ്യഘട്ടത്തിലൊക്കെ നേരിട്ടല്ല, നേരിട്ടിടപെടും എന്ന രീതിയിൽ ഇറാന്റെ സൈനിക നേതൃത്വത്തിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും മത നേതൃത്വത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ പ്രസ്താവന വരുമ്പോഴും അത് റെറ്ററിക് എന്നതിന് ഉപരിയായി ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന ഒരു ചിന്തയിലായിരുന്നു ലോകം. പക്ഷെ ഹൂതികളിലൂടെ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയിലൂടെ, അല്ലെങ്കിൽ ഹമാസിലൂടെ, ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇറാഖിലും സിറിയയിലുമുള്ള ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പുകളിലൂടെ അവർ ഇസ്രയേലിനെയും അമേരിക്കയും എതിർത്തുകൊണ്ടിരുന്നു. പക്ഷേ ഡയറക്റ്റായ ഒരു അറ്റാക്ക്, ആ ഡയറക്റ്റ് അറ്റാക്ക് നടന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ ഡയറക്റ്റ് അറ്റാക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറാൻ ഇസ്രയേലിന്റെ മണ്ണിൽ ആക്രമണം നടത്തി. പക്ഷെ വളരെ സെലക്ട് ടാർഗറ്റ്സ് ആണ്. കാര്യമായ നാശനഷ്ടം ഇസ്രയേൽ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അപ്പം അൺആക്സെപ്റ്റബിൾ ഡാമേജസ് വരുത്താൻ വേണ്ടിയാണോ ഈ ആക്രമണം നടന്നത്, അതോ ഇറാന്റെ എംബസി ആക്രമിച്ചതിന് ഒരു പ്രതികരണം എന്ന നിലയിൽ ഇറാനിൽ വർദ്ധിച്ചു വരുന്ന ജനകീയ സമ്മർദ്ദം, ഇറാൻ ഒരു ഡെമോക്രസി കൂടിയാണല്ലോ, ഈ ഇറാന്റെ ഭരണ നേതൃത്വത്തിനെതിരെ വരുന്ന വളരെ വലിയ അസംതൃപ്തിയും കണക്ക് ചോദിക്കണം എന്ന മുറവിളിയും തൽക്കാലത്തേക്ക് ശമിപ്പിക്കാൻ ഇസ്രയേലിനെ ഒന്ന് ആക്രമിച്ചില്ല എന്ന് വേണ്ട, അതുകൊണ്ട് ആക്രമിച്ചു, അതാണോ യാഥാർത്ഥ്യമെന്ന് ഇപ്പോൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ആക്രമണം നടന്നു എന്നത് സ്ഥിരീകരിക്കപ്പെട്ടു. ഇസ്രയേലിന്റെ ഒരുപക്ഷെ ആണവ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന ചില മേഖലകളിലേക്കാണ് ആക്രമണം ഉണ്ടായത്, അതും സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷെ യാതൊരു ഡാമേജും കാര്യമായി ഉണ്ടായില്ല. ഒരു കൊച്ചു കുട്ടിക്ക് ചെറിയ പരിക്കേറ്റു എന്നതല്ലാതെ മറ്റൊരു നാശനഷ്ടങ്ങളും ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിരിച്ചും അപ്പൊ ഇതൊരു തഴുകലാണ്, ഒരു തല്ലാണോ തലോടലാണോ എന്ന് അറിയാൻ വയ്യാത്തൊരു ആക്രമണമാണ്. അതിന് ബദലായി ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വന്ന തിരിച്ചടി, ഈ തിരിച്ചടി എന്നൊക്കെ പറയുമ്പോൾ വലിയ ഡാമേജസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇസ്രായേലിന് ഉണ്ടെന്ന് ഓർക്കണം. ഇറാന്റെ നേരെ വ്യോമ ആക്രമണം നടക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ഒരു മേൽക്കൈയുണ്ട്, യാതൊരു സംശയവുമില്ല. നാവിക ആക്രമണമോ അല്ലെങ്കിൽ കരയാക്രമണമോ ആണെങ്കിൽ എണ്ണത്തിന്റെ കാര്യത്തിലെങ്കിലും ഇറാനാണ് മേൽക്കൈ. പക്ഷെ ഇറാന്റെ വലിപ്പം ഒന്ന് നോക്കൂ, ഇസ്രയേലിന്റെ വലിപ്പത്തിന്റെ 75 ഇരട്ടിയാണ്, 3-4 ഇരട്ടിയൊന്നുമല്ല. അത്രയ്ക്ക് വിശാലമായി കിടക്കുന്ന ഒരു ഭൂമിയാണ് ഇറാന്റേത്. അത്രയും വലിയൊരു രാജ്യത്തെ ഇസ്രയേലുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന്റെ പകുതി പോലും ഇല്ലാന്ന് ഓർക്കണം. ഇസ്രയേൽ അത്രയും ചെറിയ, കേരളത്തിന്റെ 1/2 ഭാഗമുണ്ട്, പകുതിയല്ല അതിൽ കൂടുതലുണ്ട്. അത്രയും മാത്രമുള്ള ഒരു രാജ്യം, വളരെ വലിയ ഒരു രാജ്യമായ ഇറാനെ ആക്രമിക്കുമ്പോൾ ഒരു കരപ്രദേശം പിടിച്ചു വെക്കാമെന്ന മോഹമൊന്നുമില്ല. എന്നാൽ സ്ട്രാറ്റജിക് ആയ ചില മേഖലകളിൽ
തന്ത്രപ്രധാന മേഖലകളിൽ അൺആക്സെപ്റ്റബിൾ ഡാമേജ് ഉണ്ടാക്കാൻ ഒരുപക്ഷെ ഇസ്രയേലിന് കഴിയുമായിരുന്നു. പക്ഷെ അതവർ വേണ്ട എന്ന് വെച്ചു എന്ന് വേണം ഇപ്പോൾ അന്തിമ വിശകലനത്തിൽ. ഇറാഖിൻ ആക്രമണം നടന്ന ഉടനെ എന്നുള്ള വിശകലനത്തിൽ ഇത് തെളിഞ്ഞു വരില്ല. പക്ഷെ ഇറാനിലും കാര്യമായ നാശനഷ്ടങ്ങളില്ല. അസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു സിറ്റി, ആ സിറ്റിയിലാണ് ഇറാന്റെ ആണവ നിലയങ്ങൾ പലതും, ആണവ കേന്ദ്രങ്ങൾ, ആണവ ഗവേഷണ കേന്ദ്രവും യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന കേന്ദ്രവും എല്ലാം തന്നെ അവിടെയാണ്. എന്നാൽ ആണവ കേന്ദ്രങ്ങളിലല്ല, മറിച്ച് അതിന് ചുറ്റുപാടുമുള്ള വ്യോമതാവളങ്ങളിലും ഔട്ട്സ്കേർട്സിലുമാണ് ബോംബ് ആക്രമണം ഉണ്ടായത്. അത് ഇറാന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉണ്ടായി, ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ സ്ഥിരീകരണമൊന്നും ഉണ്ടായില്ല. ഇസ്രയേലാണ് ആക്രമിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിലും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നമ്മള് പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. ഇവിടെ ഇത് ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നു എന്നൊരു പദമുണ്ട്. ആരോ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ എന്തോ ചെയ്യേണ്ടതുണ്ട്, അത് ഞങ്ങൾ ചെയ്തു. ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ ഇങ്ങോട്ട് ചൊറിയാൻ വരുന്നവനെ തിരിച്ച് ഒന്ന് പൂശി വിട്ടു എന്നതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഇക്കാര്യത്തിലില്ല. ഇതൊരു ലോകയുദ്ധത്തിലേക്ക് വരെ നയിക്കപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചതെങ്കിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ഒരു അദൃശ്യമായ ധാരണ, പരസ്പരം സംസാരിച്ച ധാരണയല്ല, ഈ ലക്ഷ്മണരേഖ ലംഘിക്കാൻ പാടില്ല, ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആക്രമണം നടത്തരുത്, ഇറാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇസ്രയേലും ആക്രമണം നടത്തരുത് എന്ന ഒരു പൊതുധാരണ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെട്ടു. അതിനുള്ള കാരണം ആണവ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രണ്ടും ആണവ ശക്തികളാണ്, സർവനാശമായിരിക്കും ഫലം എന്നതുകൊണ്ട് വിവേകം രണ്ട് രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾക്ക്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രസിഡന്റ് ഹസൻ റുഹാനിക്ക് ജനങ്ങളോട് ഉത്തരവ് പറയേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിന്, കാരണം എംബസി ആക്രമണത്തിന് തിരിച്ചടി ഞങ്ങൾ നൽകിയെന്ന് പറയാൻ സാധിക്കും. അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇസ്രായേൽ നീങ്ങിയാൽ ജനം കണക്ക് ചോദിക്കും. എവിടെ ബന്ദികളാക്കപ്പെട്ട, ഹമാസ് ബന്ദികളാക്കപ്പെട്ട 100-ൽ-പരം ആളുകൾ ഇപ്പോഴും ഗാസയിലുള്ള 100-ൽ-പരം ആളുകളെ നിങ്ങൾ എന്ത് ചെയ്തു, കൊണ്ടുവരാൻ പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഉത്തരം മുട്ടുന്ന ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിന് നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിന് ജനങ്ങളോട് ചിലത് പറയേണ്ടതുണ്ട്. അവരത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതാ പ്രത്യാക്രമണം നടത്തി കഴിഞ്ഞു, ഇറാനെ ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു സംഘട്ടനം ഉടനടി ഉണ്ടാകണം എങ്കിൽ പുതിയൊരു പ്രകോപനം ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തൽക്കാലം ശാന്തത പുലരും എന്ന ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി നിർത്തുന്നു.